മീഖായുടെ പ്രവചനം ഒന്ന് എടുക്കണം. മീഖായുടെ പ്രവചനം. ഹല്ലേലൂയ. മീഖായുടെ പ്രവചനം 4-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം മനസ്സിരുത്തി ഒന്ന് വായിക്കണം. ഹല്ലേലൂയ. സകല ജാതികളും താങ്കളുടെ ദേവന്മാരുടെ നാമത്തിൽ നടക്കുന്നുവല്ലോ. താന്റെ ദേവന്മാരുടെ നാമത്തിൽ നടക്കുന്നുവല്ലോ. നാമും നമ്മുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ എന്നും എന്നേക്കും നടക്കും. നാമും നമ്മുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ എന്നും എന്നേക്കും നടക്കും. ഈ ഉറപ്പുള്ള ഒരു ഹല്ലേലൂയ പറയണം. ഓ ഹല്ലേലൂയ. സ്തോത്രം. വാക്യം നിങ്ങൾ സത്യം. സകല ജാതികളും താങ്കളുടെ ദേവന്മാരുടെ നാമത്തിൽ നടക്കുന്നുവല്ലോ. നാമും നമ്മുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ എന്നും എന്നേക്കും നടക്കും. എന്നിട്ട് ധൈര്യത്തോടെ മീഖ പ്രവചിക്കുക, നാം നടക്കുന്നത് നമ്മുടെ ദൈവത്തിന്റെ നാമത്തിലാണ്. അത് എന്നും എന്നേക്കും നമ്മൾ നടക്കും. മരിക്കുന്നിടം വരെ നടക്കും. കാരണം ഈ നാമത്തിന്റെ ശക്തിക്ക് സകലത്തെ മുട്ടുകുത്തിക്കാനുള്ള പവറുണ്ട്. ഓ ഹല്ലേലൂയ. അല്ലാതെ നമ്മൾ ഒരാഴ്ച ദൈവത്തെ വിളിച്ചേച്ച് അടുത്ത ആഴ്ച വിളിച്ച കാര്യത്തിന് വിടുതൽ കിട്ടാഞ്ഞോണ്ട് എന്നാ പോയി മന്ത്രവാദം ചെയ്യുവോ ആഭിചാരം ചെയ്യുവോ ദൈവത്തിന് സ്തോത്രം ആമീൻ വേറൊരു സ്ഥലത്തോ നമ്മൾ പോവുകയല്ല. ആമീൻ. ദൈവം യഹൂദാമല പറയും, ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞങ്ങളെ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾ ഇതിന്റെ മുമ്പിൽ വണങ്ങത്തില്ല. ഒരാമീൻ പറയണം. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, സമ്പത്ത് കിട്ടിയാലും കിട്ടിയില്ലേലും, ആരോഗ്യം കിട്ടിയാലും കിട്ടിയില്ലേലും, പേര് കിട്ടിയാലും ഇല്ലെങ്കിലും എൻ്റെ ദൈവത്തെ വിട്ടൊരു കളിയില്ല. വിശ്വാസമുള്ളവരെ ആമീൻ പറയാവൂ. രണ്ടും ദൈവത്തെ മാമോനെ സേവിക്കരുത്. ഒന്നീ ദൈവത്തെ മാത്രം സേവിക്ക്. നിന്റെ ദൈവം നിന്നെ ജീവപര്യന്തം നടത്താൻ കഴിവുള്ള ദൈവമാ. ഈ ഒരു ദൈവവൈതന്റെ തൻ്റെ ഇടം എന്നാന്നറിയോ? അവൻ വിളിക്കുന്ന ദൈവത്തിന് ജീവനുണ്ടെന്നുള്ള തൻ്റെ ഇടം. ഓ ഹല്ലേലൂയ. ചിലപ്പോ നമ്മളോടൊക്കെ ചിലർ ചോദിക്കും, നിന്റെ കൂടെ ആരുണ്ടാ? എൻ്റെ കൂടെ ഉള്ളവരാരാന്നറിയോ? ബൈബിളിലൊരു വാക്യമുണ്ട്, അവരുടെ കൂടെ മാംസഭുജമേ ഉള്ളൂ. ഞങ്ങളുടെ കൂടെ മാംസഭുജമല്ല, ഞങ്ങളുടെ കൂടെ ജീവനുള്ള ദൈവമുണ്ട്. ഇന്ന് ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുമ്പോൾ ചിലരോട് പറയാം, നിനക്ക് ആശ്രയിക്കാൻ തന്ന നാമം, വിളിക്കാൻ തന്ന നാമം, നീ നടക്കുന്നത് ഈ നാമത്തിലാ. മീഖ പ്രവചിക്കുന്നത് ഒന്നുകൂടെ ദയവായിട്ടൊന്ന് വായിച്ചു കേൾപ്പിക്കണം. ഹല്ലേലൂയ. സകല ജാതികളും താങ്കളുടെ ദേവന്മാരുടെ നാമത്തിൽ നടക്കുന്നുവല്ലോ. സകല ജാതികളും താങ്കളുടെ ദേവന്മാരുടെ നാമത്തിൽ നടക്കുന്നു. നാമും നമ്മുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ എന്നും എന്നേക്കും. നാമോ നമ്മുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ. രാജ്യത്ത് പോയാലും ഏത് ഭാഷക്കാരുടെ പോയാലും നാം നടക്കുന്നത് നമ്മുടെ ദൈവമായ യഹോവയുടെ നാമത്തിലായിരിക്കും. വരുന്നുണ്ടോ? ദൂതൊന്ന് വിവരിച്ചോണ്ട് വരട്ടെ. ഹല്ലേലൂയ. എനിക്കിന്ന് പരിശുദ്ധാത്മാവ് തരുന്ന വലിയൊരു ബോധ്യം നിങ്ങളോട് പറയാം. ഹല്ലേലൂയ. നിനക്ക് ആശ്രയിക്കാൻ പറ്റിയൊരു വലിയ നാമം ദൈവം തന്നേക്കുവാ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഹല്ലേലൂയ. അപ്പം ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം, ഞാൻ ഈ മീഖായുടെ പ്രവചനത്തിലോട്ട് പിന്നെയും വരും. പക്ഷെ വരുന്നതിന് മുമ്പ് ചില കാര്യം കൂടെ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരണം. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ. അപ്പോൾ ഒരു ദൈവ പൈതലാകണമെങ്കിൽ എന്തിൽ വിശ്വസിക്കണം? യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കണം. ഇനി രണ്ടാമത്തെ കാര്യം ശ്രദ്ധിച്ചു കേട്ടെ. ദൈവത്തിന് സ്തോത്രം. ഈ നമ്മൾ യോഗത്തിന് വരുമ്പം കൂടെ കൂടെ സ്തോത്രം പറയുന്നവരാ, അല്ലയോ? നിങ്ങൾ പറയാറുണ്ടോ? അടുത്തിരിക്കുന്നവരോട് സ്തോത്രം പറയാനുണ്ടോ എന്ന് ചോദിച്ചേ. കൈ കൊടുത്തില്ലേലും വേണ്ട, ഒന്ന് മുഖത്ത് നോക്കി ചിരിച്ചോണ്ട് സ്തോത്രം പറയാറുണ്ടോ എന്ന് ചോദിച്ചേ. ഒന്ന് ചോദിച്ചു, ഉണ്ടോ 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 പറയാറുണ്ടോ? വീട്ടിൽ പറയുമോ? ഉറങ്ങാൻ പോകുമ്പം കർത്താവേ സ്തോത്രം സ്തോത്രം എന്നാ ഒരു 2 മിനിറ്റ് ഒന്ന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം സ്തോത്രം.
എൻ്റെ ദൈവത്തിന് സ്തോത്രം. ആ സ്തോത്രം എന്തുവാന്ന് കേട്ടോ? എബ്രായ ലേഖന കർത്താവ് വിവരിക്കുന്നത് കേട്ടോണം. ഈ സ്തോത്രം എന്തുവാന്ന് കേട്ടോണം. എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 15-ാമത്തെ വാക്യം കേട്ടോ. ഇന്ന് തൊട്ട് ഈ മീറ്റിങ്ങിനകത്ത് സ്തോത്രത്തിന്റെ അതുകൊണ്ട് അവൻ മുഖാന്തരം നമുക്ക് ദൈവത്തിന് അവന്റെ നാമത്തെ ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലമെന്ന നീ ഓരോ സ്തോത്രം പറയുന്നതോറും ഈ നാമം ഏറ്റുപറയുക. ഒരാമീൻ പറയണം എന്ന് പറഞ്ഞ പഞ്ചായത്തുകാർ കാണെ, നാട്ടുകാർ കാണെ, നീ സ്തോത്രം പറയുമ്പോൾ അർത്ഥം ഈ നാമം പരസ്യമായി ഏറ്റുപറയുക. മനസ്സിലായി വരുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് സ്തോത്രത്തിന് ക്ഷാമം പാടില്ല. ഇനി അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചാൽ സ്തോത്രം കുറയോന്ന് ചോദിച്ചേ. ഞാൻ പണ്ടൊരു യോഗത്തിൽ ചോദിച്ചു, ഒരു സ്തോത്രം പറയുമ്പം ഒരു 10 രൂപ മേളിൽ നിന്ന് താഴെ വീഴുമായിരുന്നെങ്കിൽ രാവിലെ തൊട്ടേ കുത്തിയിരുന്ന് എന്റെ കർത്താവേ സ്തോത്രം, എടാ ചൊവ്വേ ഇതിന്റെ വില അറിഞ്ഞ് വിളിച്ചാൽ ഇതിന്റെ മഹത്വം ഭയങ്കര. നീ ഇങ്ങനെ സ്തോത്രം പറഞ്ഞു ഒരു 10 കോടി രൂപ ഉണ്ടായി. പിറ്റേ മാസം ഒരു കാര്യം പറഞ്ഞു, അമ്മി 10 കോടി 80 ലക്ഷം രൂപയുടെ ഒരു അസുഖം കൂടെ കിട്ടിയെന്ന്. മിണ്ടുന്നില്ല. അത് പലപ്പോഴായിട്ട് സ്കാനിങ്ങുകാരും ലാബുകാരും ഡോക്ടർമാരും മെഡിക്കൽ സ്റ്റോറുകാരും ECG എടുക്കുന്നവരും എക്സ്റേക്കാരും ടെസ്റ്റുകാരും എല്ലാം കൂടെ മെല്ലെ മെല്ലെ പിടിച്ചു വാങ്ങിച്ചപ്പം കിട്ടിയ 10 കോടി 80 ലക്ഷം കൂടെ അധികമായി. അങ്ങനല്ല വേണ്ടത്. ഈ ഓരോ സ്തോത്രം പറയുമ്പോഴും പറയുന്നതിന് ഓർത്തോണം, അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം. ഓ ഹല്ലേലൂയ. കണ്ടോ, നിന്റെ ലൈഫ് മുഴുവൻ രക്ഷിക്കപ്പെടുന്ന അന്ന് മുതൽ ഈ നാമവുമായിട്ട് ബന്ധപ്പെട്ട ഇന്ന് ധൈര്യത്തോടെ ഇവിടെ ഇറങ്ങണം. ഒരു സൈന്യം നിന്റെ നേരെ പാളയറങ്ങിയാലും നീ പേടിക്കരുത്. കാരണം നിന്റെ മേൽ കിടക്കുന്ന മുദ്ര ഈ നാമത്തിന്റെ മുദ്രയാ. തിരിച്ചറിവുള്ള ഒരു സ്തോത്രം ചെയ്യുക യേശുവിന്റെ നാമത്തില്. ഇവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ പരിശുദ്ധാത്മാ പറയുക, ഈ നാമം ഇന്ന് മുറുകെ പിടിക്കണം. ഹല്ലേലൂയ. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ രക്ഷിക്കപ്പെടുന്നത് ഈ നാമത്തിലാണ്. ഇനി നമ്മൾ ഈശ്വരനെ കയറി പോകുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് പോവുക. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തില് ഈ ശൗല് ദൈവത്താൽ സന്ദർശിക്കപ്പെട്ട് ഒരു വീടിനകത്ത് അന്ധനായി കഴിയുക. എന്തുവാ? ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ഏതു വില്ലനെ തമ്പുരാൻ ഒന്ന് സന്ദർശിച്ച് കണ്ണിന്റെ കാഴ്ച അടിച്ചു പോയാൽ അവന്റെ മുഴുവൻ ഇടപാടും തീർന്ന് ഒരു മുറിക്കകത്തവൻ കയറിയിരിക്കും. ശ്രദ്ധിച്ചു കേൾക്കണം. ഹല്ലേലൂയ. ഈ നമുക്ക് കണ്ണിന് കാഴ്ചയുള്ളപ്പോൾ നമ്മുടെ കണ്ണിന്റെ വില നമുക്ക് അറിയത്തില്ല. ഈ കേൾവിയുടെ വില അറിയണമെങ്കിൽ ചെവി ഒരു മാസം ഒന്ന് അടഞ്ഞിരിക്കണം. മിണ്ടുന്നില്ല. ഈ കൈയൊക്കെ ഒടിയുമ്പോഴേ ഇങ്ങനെ തൂക്കിയിട്ടുണ്ടെങ്കിമ്പോഴേ ഈ വലത്തെ കൈ കൊണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ ഇങ്ങനെ വ്യായാമമൊക്കെ ചെയ്യുന്നതും സ്തോത്രം ഒക്കെ ചെയ്യുന്ന അതിന്റെ വില അറിയണമെങ്കിൽ ഒരാഴ്ച എന്തോ ചെയ്യണം? കാലൊന്നൊടിഞ്ഞാൽ അറിയാം ഈ നടപ്പിന്റെ ഗുണം, നടുവൊന്ന് വെട്ടിയാൽ അറിയാം നിപ്പിന്റെ ഗുണം. മിണ്ടുന്നില്ല. കൈ ഒന്ന് കുത്തിപ്പെടുത്താൽ അറിയാം നഖത്തിന്റെ വില. പിടികിട്ടിയോ? എന്നാൽ ഇതൊന്നും വരുത്താതെ നിന്നെ ഇരുത്തുമ്പോൾ നിനക്ക് ഭയങ്കര അഹങ്കാരവുമാ. നിങ്ങളാരും അല്ല, അഹങ്കാരം ഉള്ളവരോട് പറയുക. അന്യായ ജാടയാ. ആരുടെ മുമ്പിലും താഴത്തില്ല, ദൈവത്തിന് മുമ്പിലും താഴത്തില്ല. ഞാൻ കൊച്ചി രാജാവിന്റെ മോനാന്നും പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. എടാ മഹാരാജാവിന്റെ മകനാന്ന് പറഞ്ഞ് നടക്കാം. അതൊരു ഗമയാ. നിങ്ങൾ നീ ഇന്ന് തൊട്ട് അറിയപ്പെടുന്നത് നിന്റെ പേരിലല്ല, ഈ നാമത്തിലാ. നിനക്ക് ലഭിച്ചിരിക്കുന്ന സകല പദവിയുടെ പിമ്പിൽ ഈ നാമം ഉയർന്നു നിൽക്കുക. ഓ ഹല്ലേലൂയ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടണം. ബൈബിള് പഠിച്ചാൽ ഒരു ഭക്തന്റെ മുഴുവൻ വിടുതലും ഈ നാമത്തിലാ. എന്നോട് ദൈവം പറയും, ഈ നാമത്തിൽ ഒരു വിടുതൽ എന്ന് നിങ്ങൾ പ്രാപിക്കാൻ പോവാ. എത്ര പേര് അതിന് ആമീൻ പറയും? അപ്പം പൗലോസ് അന്ധനായിട്ട് ഒരു മുറിക്കകത്തിരിക്കുക. ഈ പൗലോസ് ആരാന്ന്, ശൗൽ ആരാന്ന് ബൈബിളിലുണ്ട്. പ്രാർത്ഥന ഒട്ടും ഇഷ്ടമല്ലാത്തവൻ. പ്രാർത്ഥന ഒട്ടും. ഈ നമ്മുടെ ഇടയിൽ 2 ഗ്രൂപ്പുണ്ട്. ഒരാൾക്ക് നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് പ്രാർത്ഥന ഒട്ടും ഇഷ്ടമല്ലെങ്കിൽ ഓർത്തോണം,
ഉടനെ തന്നെ അവൻ പ്രാർത്ഥനക്കാരനാവും. പിന്നെ വേറെ ചില കുഴപ്പമുണ്ട്, ചിലർക്കൊരു കുഴപ്പമുണ്ട്. അവർക്ക് കെറുവൊന്നുമില്ല, അവർ വേണേ പ്രാർത്ഥനയ്ക്ക് വരികയും ചെയ്യും, പക്ഷെ ആയുസ് നന്നാകത്തില്ല. കാരണം മിണ്ടുന്നില്ല. ഞാൻ ചിലരോട് പറയാം, അച്ഛാ പ്രാർത്ഥനയിലൊക്കെ ചേർന്ന് നിൽക്കണോ? ഉണ്ടല്ലോ. എവിടെ യോഗം നടക്കുമ്പോൾ കപ്പക്കാലയിലുണ്ടല്ലോ. എന്താ മിണ്ടുന്നില്ല? എൻ്റെ ഭാര്യയെ കൊണ്ട് യോഗത്തിന് വിട്ടിട്ട് ഞാൻ കാറയിരുന്ന് കേൾക്കുമായിരുന്നു. ഉണ്ടോ? യോഗത്തിന് സ്തോത്രാഴ്ചയും കൊടുത്തുവിടും, ദശാംശവും കൊടുത്തുവിടും, പക്ഷെ പുള്ളി രക്ഷിക്കപ്പെടുക. അങ്ങനെയുള്ളവര് പണ്ട് ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഭാര്യ ഭർത്താവ് അറിയാതെ പോയി സ്നാനപ്പെട്ടു. ആറ്റിലായിരുന്നു സ്നാനം നടന്നുകൊണ്ടിരുന്നപ്പോ ഈ വള്ളത്തിൽ മണ്ണ് കോരുന്നവര് കണ്ടു നേതാവിന്റെ ഭാര്യ എന്ത് ചെയ്തു. ആരും അറിയാതെ കവറിനകത്ത്, ഭർത്താവ് ജോലിക്ക് പോയ രാഷ്ട്രീയത്തിന് പോയ സമയത്ത് കവറും പിടിച്ചോണ്ട് കയറി ചെന്നപ്പം വള്ളക്കാരൻ പറഞ്ഞിട്ട് രാഷ്ട്രീയക്കാരും പഞ്ചായത്തുകാരും എല്ലാം കൂടിയിരിക്കുക, മെമ്പറുടെ സ്തോത്രം ഭാര്യ, നേതാവിന്റെ ഭാര്യ സ്നാനപ്പെട്ടു. കയറി വന്നപ്പോൾ പുള്ളിക്കാരത്തി മനസ്സിലായി, അറിഞ്ഞു. വന്ന പാടെ പുള്ളിക്കാരത്തി ചോദിച്ചു, കവറിൽ എന്തുവാന്ന് ചോദിച്ചു. അപ്പൊ നനഞ്ഞ ഡ്രസ്സാ. പിന്നെ പുള്ളിക്കാരത്തിക്കാന്ന് ഇച്ചിരി സൈസ് കുറവുക. പുള്ളിയാന്ന് സ്തോത്രം പൊങ്ങായിക്ക് പിടിച്ച് ഭിത്തിയിലങ്ങ് നിർത്തി. എന്നിട്ട് ചോദിച്ചു, നീ സ്നാനപ്പെട്ടോ? വിട്ടു. ഇനി ഒരിക്കലും പെടത്തില്ല അച്ഛാ. എന്നാ പുള്ളി പറഞ്ഞു, ഇവക്ക് പെട്ടപ്പോഴാ മനസ്സിലായ ഇനിയും പെടല്ലെന്ന്. പിന്നെ വല്ല വെളിവ് കൊണ്ടു? എടാ സ്നാനം ഒന്നേ ഉള്ളൂ. നീ അടുത്ത ആഴ്ച സ്നാനപ്പെടുവോ? ഒരിക്കലും. അപ്പൊ പുള്ളി പറഞ്ഞു, വേണ്ട, നമ്മൾ ഈ പ്രാവശ്യത്തേക്ക് വിടുവാ, എൻ്റെ ഭാര്യയല്ലേ, ഇവക്കത് സ്നാനപ്പെട്ടത് തെറ്റായിപ്പോയെന്ന് മനസ്സിലായി, അതുകൊണ്ട് ഇനി അവൾ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല. അപ്പൊ എൻ്റെ പൊന്നച്ച ഒരിക്കലും ഇല്ല. ഇവക്ക് സ്നാനം അറിയാം, ഇവൻ അറിയത്തില്ലല്ലോ. പുള്ളി ഭയങ്കര ഹാപ്പിയായി. ഭർത്താവിന് നല്ല ആഹാരമൊക്കെ വെച്ചു കൊടുത്തു. 1 വർഷം തികഞ്ഞപ്പോ അവനും അതേ ആറ്റി സ്നാനപ്പെട്ടു.
എന്നാൽ സ്നാനത്തിന് ഭാര്യയെ കാറെ കൊണ്ടുവിട്ട് വെള്ളസാരിയും വാങ്ങിച്ചു കൊടുത്ത് സ്നാനം കഴിഞ്ഞ് പാഷക്ക് സ്വോത്രാഴ്ചയും കൊടുത്ത് എല്ലാവരെയും കൂടെ ഹോട്ടലിൽ കൊണ്ടുപോയി ഫുഡും കൊടുത്ത പുള്ളി ഇന്നും സ്നാനപ്പെട്ടിട്ടില്ല. ഞങ്ങളുണ്ടല്ലോ, പണങ്ങൊന്നും ചെയ്യരുത്. അപ്പൊ എതിർപ്പുള്ള ആരെങ്കിലും ഉണ്ട് ഓർത്തോണം, ഉടനെ ഡേറ്റാ, ഉടനെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നാമത്തിന്റെ ഒരു പ്രത്യേകത ഞാൻ പറയാം. അപ്പൊ ഈ ശൗല് സഭയെ ഇങ്ങനെ മുടിച്ചോണ്ടിരിക്കുക. ചിലരൊക്കെ മനസ്സിൽ പറയാം, ഇവനൊക്കെ എന്ന് പ്രാർത്ഥിപ്പിച്ച ഈ 10 വർഷത്തെ പ്രാർത്ഥന കൊണ്ട് ഒരു 3 ദിവസം കൊണ്ട് രാത്രിയും പകൽ ഇരുത്തി അങ്ങ് പ്രാർത്ഥിപ്പിച്ചു. അന്നേരം അനന്യാസിനോട് പറഞ്ഞു, ദൈവം ചെന്ന് പറഞ്ഞു, നീ ശൗലെന്ന് പറയുന്ന ഒരാൾ താമസിക്കുന്ന വീട്ടിൽ വരെ പോണം, അഡ്രസ്സൊക്കെ ഞാൻ തരാം, ഞാൻ വായിപ്പിക്കുന്നില്ല, അഡ്രസ്സ് തരാൻ, തപ്പിപ്പിടിച്ച് എന്നിട്ട് അവൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കണം. അനന്യാസി വെച്ച്, കർത്താവേ, ഇവൻ നമ്മുടെ മുഴുവൻ സഭയും പൂട്ടിയിട്ട് ഇവിടെ നടത്തുന്ന എല്ലാ പ്രാർത്ഥനക്കകത്തും പ്രാർത്ഥനാ വിഷയം എൻ്റെ ടേബിളിൽ വരുന്നത് ഇവൻ്റെ കാര്യമാണ്. എന്നെ കർത്താവ് പറയുക, എടാ അവനെ എൻ്റെ നാമം വഹിക്കാൻ ഞാൻ കണ്ടേക്കുക. എന്തുവാ ഈ നാമം? ആരുടെയെല്ലാം മുമ്പിൽ ഈ നാമം വഹിച്ചോണ്ട് നിൽക്കണം. യേശുവിൻ്റെ നാമത്തിൽ മനസ്സിലായി. അഗ്രിപ്പാവിൻ്റെ മുമ്പിൽ നിൽക്കണം, റോമ പട്ടണത്തിൽ നിൽക്കണം, യെരുശലേമിൽ നിൽക്കണം, അന്ത്യോക്യയിൽ നിൽക്കണം, ഇക്കോന്യയിൽ നിൽക്കണം, ലുസ്രയിൽ നിൽക്കണം. ഈ നാമം വഹിക്കേണ്ടവനാ. കണ്ടോ, ഈ നാമം നമ്മൾ ഏറ്റുപറയണം, ഈ നാമം നമ്മൾ വഹിക്കണം. സ്തോത്രം പറയുമ്പോൾ ഈ നാമത്തെ ഏറ്റുപറയുക നമ്മൾ. ഹല്ലേലൂയ. ഇനി ഇച്ചിരൂടെ ഗഹനമായിട്ട് നമുക്കൊന്ന് വരാം. അപ്പൊ ഈ നാമം നമ്മളെ വഹിപ്പാനാണ് ആര് കണ്ടേക്കുന്നേ? ദൈവം കണ്ടേക്കുന്നേ. ഒരു വാക്യം നമുക്ക് വായിക്കാം. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം എടുക്കാം. ഹല്ലേലൂയ. 3-ാം അധ്യായം എടുക്കാം, 17-ാമത്തെ വാക്യം. അത് അധികം സ്തുതിക്കേണ്ട ഒരു വചനമാണ്. ഹല്ലേലൂയ. എസെക്കിയേൽ പ്രവചനം 3-ാം അധ്യായം 17-ാമത്തെ വാക്യം. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ നിന്നെ ഇസ്രായേൽ മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കിയിരിക്കുന്നു. എസെക്കിയേലിനോട് ദൈവം പറയാം, മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗ്രഹത്തിന് കാവൽക്കാരനാക്കിയിരിക്കുന്നു. നീ എന്റെ വായിൽ നിന്ന് വചനം കേട്ട്. കാവൽക്കാരന്റെ ജോലി എന്തുവാ? കാവൽക്കാരന്റെ ജോലി എന്തുവാ? ഓക്കെ, കാവൽക്കാരന്റെ ജോലി എന്തുവാ? ഏൽപ്പിക്കപ്പെട്ടതിനെ കാക്കുക, അല്ലയോ? എന്തുവാ? ഏൽപ്പിക്കപ്പെട്ടതിനെ. ഈ ATM കൗണ്ടറിന്റെ മുമ്പിൽ കണ്ടിട്ടില്ല, ഒരു പോലീസുകാരൻ ഒരു തോക്കും പിടിച്ചോണ്ട്, ഒരു സെക്യൂരിറ്റി പിടിച്ചോണ്ട് നിൽക്കുക. എന്തോനാ? അതിനകത്ത് 10 സ്തോത്രം 1 കോടി 1.5 കോടി രൂപ രാവിലെ ബാങ്കുകാരുണ്ടെന്ന് വെച്ചേക്കുക. കള്ളന്മാർ അടിച്ചോണ്ട് പോയിരിക്കാൻ ഈ പുള്ളി ഇങ്ങനെ നടക്കുക, ഒരു തോക്കും പിടിച്ചോണ്ട്. പുള്ളിയുടെ ജോലി എന്തുവാ? ഈ ATM കൗണ്ടർ കാക്കുക. ഇവന് ചായ കുടിക്കാൻ പോകാൻ പറ്റുമോ? രാത്രി 12 ആയപ്പോൾ എന്നാൽ ഭയങ്കരമായ ഒരു കട്ടൻകാപ്പി കുടിക്കാന്ന് പറഞ്ഞ് തോക്ക് അതിനകത്ത് വെച്ച് നേരെ പോയി കട്ടൻകാപ്പിക്കടയിൽ പോയി ഇന്ന് പഞ്ചായത്തിലുള്ള എല്ലാവരും വർത്താനം പറയുക, എടാ എന്തുകൊണ്ട് വിശേഷം, മനോരമയ്ക്കകത്ത് വാർത്ത എന്തോ ഉണ്ട്, നാടൊക്കെ സന്തോഷമായിരിക്കുന്നു എന്ന് വർത്താനം പറഞ്ഞ് മൂലയ്ക്ക് ചാരിയിരുന്ന് 3 മണിക്കൂർ ഉറങ്ങിയേച്ച് വന്നാൽ പണി പോവും. അകത്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അകത്ത് പോവും. കാര്യം ATM-നകത്തെ കാശ് ആരെങ്കിലും കൊണ്ടുപോയാ. കാവൽക്കാരന് രാത്രിയും പകലും എന്തില്ല. ഞാൻ ഈയിടെ ഒരു മനുഷ്യനെ കണ്ടു, സ്തോത്രം. അദ്ദേഹം ഒരു വലിയ സ്ഥാപനത്തിന്റെ സെക്യൂരിറ്റിയാണ്. പുള്ളിയുടെ ഞാൻ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, എൻ്റെ പാസ്റ്ററെ, രാത്രിയും പകലും ഡ്യൂട്ടിയാ. എന്തുവാ? രാത്രി പകലും ഡ്യൂട്ടിയാ. ഒരു ദൈവവൈദ്യനെ കുറിച്ച്, ഒരു ശുശ്രൂഷന്മാരാ ഇത് ഏറ്റവും കേൾക്കേണ്ടി. അവരെ കുറിച്ച് പറയാ, നിങ്ങൾ ദൈവത്തിന്റെ കാവൽക്കാരാ. ഒരാമയും വരുന്നത് കാവൽക്കാരന്റെ ഡ്യൂട്ടി കേട്ടോണം. എന്താന്ന് കേട്ടോ? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനായിരിക്കുന്നു. നീ എന്റെ വായിൽ നിന്ന് വചനം കേട്ട്. എന്റെ നാമത്തിൽ അവരെ പ്രബോധിപ്പിക്കണം. നാമത്തിൽ എങ്ങനാ? എന്റെ വായിൽ നിന്ന് ഈ വചനം കേൾക്കണം. എന്റെ നാമത്തിൽ അവരെ പ്രബോധിപ്പിക്കണം. നാമത്തിൽ അവരെ പ്രബോധിപ്പിക്കണം. ഇന്ന് ഞങ്ങൾ ചെയ്യുന്ന ഇതാണ്. യേശുവിന്റെ വായിൽ നിന്ന് കേട്ട് യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ ഞങ്ങൾ പ്രബോധിപ്പിക്കുക. കേട്ടോ? എല്ലാ സംസാരത്തിനും എന്തുവാണ്? യേശുവിന്റെ നാമമാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ, നിങ്ങൾ എൻ്റെ വായിൽ നിന്ന് വചനം കേട്ട് എൻ്റെ നാമത്തിൽ എന്ത് ചെയ്യണം? അവരെ പ്രബോധിപ്പിക്കണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ,
ഇതെല്ലാം ഈ നാമത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഇച്ചിരി ഗഹനമായിട്ട് നമുക്ക് പോകാം. നിങ്ങൾക്ക് ഈ ഭൂതങ്ങൾ ഒരു സ്ഥലത്ത് ഇളകുമ്പോൾ, സ്തോത്രം, ഭൂതങ്ങളോട് ഞാൻ ചാക്കോയാണ്, ഭൂതം പൊക്കോണം. പൗലോമുറ്റം കുടുംബത്തിലെ അന്ത്യോസിന്റെ മകൻ ആണ് ഞാൻ, പോണം. ഭൂതം പോവോ? എന്നാ പോവോ? എപ്പോഴാണെന്നറിയോ? യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, ഹേ ഭൂതാത്മാവേ വിട്ടുപോ. കണ്ടോ കണ്ടോ? ഒരുത്തൻ ബന്ധിക്കപ്പെട്ട് വന്നാൽ, സ്തോത്രം, ഞാൻ അനീ ജോർജ അടിയടാന്നല്ല, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇവന്റെ ബന്ധനം അഴിയട്ടെ. ആണോ? നമുക്ക് എപ്പോഴും പറയാൻ തന്നേക്കുവാ ഈ നാമം, വഹിക്കാൻ തന്നേക്കുവാ ഈ നാമം, ഏറ്റുപറയാൻ തന്നേക്കുവാ ഈ നാമം, സ്തുതിക്കാൻ തന്നേക്കുവാ ഈ നാമം. ഈ നാമത്തിൽ എന്നും എന്നേക്കും നടക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പൗലോസ് ഒരിക്കലും ഈ പ്രാർത്ഥനാ സ്ഥലത്തോട്ട് ചെല്ലുമ്പോഴേ, ഈ വെളിച്ചപ്പാടിന്റെ ആത്മാവുള്ള ഒരു സ്ത്രീ പൗലോസിനെ പുകഴ്ത്തി പറഞ്ഞു. ഈ നമുക്ക് ഈ പൊങ്ങന്മാർക്ക് ഈ പൊക്കി പറയുന്ന ഭയങ്കര ഇഷ്ടമാണല്ലോ. ഒന്ന് അടുത്തിരിക്കുന്ന ആളെ നോക്കിവെച്ച് പറയാം, ആരും ഈ പൊങ്ങരാകല്ലെന്ന് പറ. എല്ലാരും പൊക്കി പറയണമെന്നാണ് എല്ലാവരുടെയും ഒരു നമ്മളെയൊക്കെ ഒന്ന് പൊക്കി പറഞ്ഞാൽ നമുക്ക് നമ്മുടെ മുഖം, ആ 32 പല്ലുമൊക്കെ നമ്മൾ പുറത്ത് കൊണ്ടുവന്ന ഒരു ചിരിയൊക്കെ വേണം നമ്മളെയൊക്കെ പൊക്കി പറയുമ്പോൾ. ഒത്തിരി പൊക്കുന്നത് താഴെ ഇടാനാ. ഞാൻ ദൈവദാസന്മാരോട് എപ്പോഴും പറയും, ആരും പൊക്കിയാൽ പൊങ്ങുകയും ചെയ്യരുത്, ആരും താട്ടാ താഴുകയും ചെയ്യരുത്. നീ നിൽക്കുന്ന നിലവാരത്തിൽ നിന്നോണം. നിന്നെ പൊക്കുന്ന കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്ത് ചെയ്യാനാ? താഴെ ഇടാനാ. അവന് പൊക്കുന്ന ശുശ്രൂഷയുണ്ട്, താഴെയിടുന്ന ശുശ്രൂഷയുണ്ട്, ചവിട്ടുന്ന ശുശ്രൂഷയുണ്ട്, മണ്ടക്ക് റീത്ത് വെക്കുന്ന ശുശ്രൂഷയുണ്ട്. പക്ഷെ ഇതൊന്നും നിന്നെ ബാധിക്കാതിരിക്കണമെങ്കിൽ ആരൊക്കെ പൊക്കിയാലും എന്ത് ചെയ്യരുത്? പൊങ്ങരുത്. ഹല്ലേലൂയ. ചില കണ്ടില്ലയോ, അവൻ കല്യാണം കഴിച്ചിങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ തന്നെ ഭാര്യ അങ്ങ് പൊക്കും. സ്തോത്രം, എൻ്റെ പൊന്നു മോളെ, എൻ്റെ ചക്കര മോളല്ലയോടാ, നീ വന്നേ പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ ഐശ്വര്യം, നീ വീടിൻ്റെ റാണിയാ, സാമർത്ഥ്യമുള്ള പറയും ആര് കിട്ടും? 2ാമത്തെ മാസം ആകുമ്പം പറയും, സ്തോത്രം, സമാധാനത്തോടെ താമസിച്ച എൻ്റെ വീട്ടിൽ അന്ന് കയറിയിരിക്കുക കേട്ടോ. 3ാമത്തെ മാസം അല്ലെ 1 വർഷം കഴിയുമ്പം പറയും, ഓ എത്ര പേര് പെണ്ണ് കാണാൻ വന്നതാ. ഉഷ വന്നു, രമണി വന്നു, ജമന്തി വന്നു, അമ്മി ചാക്കോ പോയോ, സ്തോത്ര, അമ്മി സുകുമാരി വന്നു, എത്ര വന്നതാ, എത്ര നല്ലത്. റബൽ എസ്റ്റേറ്റ് ഉള്ളവർ, അമ്മി ബെൻസ് തരുന്നവർ, ഓടി തരുന്നവർ, എൻ്റെ ഗതികേടിന് നിന്നെ കെട്ടിയതാ. സ്തോത്രം, ശ്രദ്ധിച്ച് കേൾക്കണം. ഇനി കുറച്ചുകൂടെ കഴിയുമ്പം പറയുന്നൊരു ഭാഗമുണ്ട്. സ്തോത്രം, എന്ന് എൻ്റെ ജീവിതത്തിൽ ഗതികേട് തുടങ്ങിയോ, അത് നിന്നെ കെട്ടിയപ്പം മുതലാ. വന്നപ്പോൾ എന്തുവായിരുന്നു? നിങ്ങൾ ശ്രദ്ധിക്കണേ, ആരെങ്കിലും പൊക്കിയാൽ പൊങ്ങരുത്. സ്തോത്രം, ആരും താത്താൽ അന്നേരം അങ്ങനെ പറയുന്ന അച്ഛനോട് നീ പറയണം, അച്ഛന് ഞാനേ ചേരൂ, നിന്റെ വില്ലത്തരമൊക്കെ ഒതുക്കണേ ഞാൻ തന്നെ വേണം. എന്നാ നിങ്ങൾ മിണ്ടാത്തെ? മോശ ഒതുക്കാൻ ഈ ഇരട്ടി ദേഷ്യമുള്ളൊരു അമ്മായിയപ്പൻ്റെയിലോട്ട് കൊടുത്തു. ഈ ഒറ്റയടിക്ക് ഒരുത്തനെ കൊന്നു മൂടുന്ന പുള്ളി ഇപ്പം വേണ്ടേ കരഞ്ഞുകൊണ്ട് നിൽക്കുക. എന്നാ വെടിക്കെട്ട ഒരു അമ്മായിയപ്പൻ്റെയിലോട്ടാണ് കൊടുത്തേ. ഞാൻ ദൂതിച്ചൂരുടെ ഗഹനമായി കൊണ്ടുവരട്ടെ, നിനക്ക് ഏറ്റു പറയാൻ ഒരു നാമം തന്നേക്കുവാ. ഹല്ലേലൂയ. നമുക്ക് അപ്പോസ്തല പ്രവൃത്തി ഒന്ന് എടുക്കാം, 16-ാം അധ്യായം ഒന്ന് എടുക്കാം. ഹല്ലേലൂയ. 18-ാമത്തെ വാക്യം ശ്രദ്ധിച്ച്. ഹല്ലേലൂയ. ആമീൻ. പൗലോസ് മുഷിഞ്ഞു ഇങ്ങനെ അവൾ പലനാൾ ചെയ്തു വന്നു. പൗലോസ് വന്നവൻ പറഞ്ഞു, ഇതാ വരുന്ന അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ എന്ന് വിളിച്ചു പറഞ്ഞു. സത്യത്തിൽ പാസ്റ്റർമാരൊക്കെ ഉടുപ്പിന്റെ കോളർ നിന്ന് പൊക്കിയിടേണ്ട കേസാ. ആരും മാനിക്കാത്തടത്തൊക്കെ അതാണ്ട് ചിലര് വലിയ മാന്യത കൊടുക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് കേൾക്കണം. ആമീൻ. ഇങ്ങനെ അവൾ പലനാൾ ചെയ്തു വന്നു. അവള് ദിവസവും ഇതാ ചെയ്യുന്നേ. പൗലോസ് മുഷിഞ്ഞ് തിരിഞ്ഞു നോക്കി അവളിലുള്ള ഭൂതത്തോട്. ആദ്യത്തെ ദിവസം പൗലോസിന് അത്രയും അങ്ങോട്ട് പിടികിട്ടില്ല. 2ാം ദിവസം മനസ്സിലായി, ഇവളല്ല പറയുന്നത്, ഇവിടെ ദേഹത്തിരിക്കുന്ന ഭൂതമാ. വർത്താനമൊക്കെ പറയുമ്പോൾ ചിലര് ഭൂതമാണോ മനുഷ്യനാണോ എന്നൊക്കെ നോക്കുന്നത് നല്ലതാണ്. എന്തോ ഭൂതമാണോ മനുഷ്യനാണോ എന്നൊക്കെ നോക്കുന്നത് നല്ലതാ. സ്തോത്രം, ശ്രദ്ധിച്ചു കേൾക്കണം. എന്നിട്ട് അവളിലുള്ള ഭൂതത്തോട്, അവളെ വിട്ടുപോകുവാൻ ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, അവളെ വിട്ടുപോ. കണ്ടോ? അപ്പൊ ഭൂതത്തെ പുറത്താക്കാൻ നമുക്ക് എന്ത് തന്നിരിക്കുക? ഈ നാമം തന്നിരിക്കുക. യാക്കോബിന്റെ ലേഖനത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ച് 5-ാം അധ്യായം 14-ാം വാക്യം, നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ
സഭയിലെ മൂപ്പനെ വരുത്തട്ടെ. അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. വിശ്വാസത്തോടെ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ. അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എണ്ണ പൂശണം, പ്രാർത്ഥിക്കണം. എന്നാൽ വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. യേശുവിന്റെ നാമത്തിൽ രോഗസൗഖ്യത്തിന് പ്രാർത്ഥിക്കണം. യേശുവിന്റെ നാമത്തിൽ ഭൂതങ്ങൾ വിട്ടുപോകാൻ പ്രാർത്ഥിക്കണം. അപ്പൊ സകലത്തിനും തന്നേക്കുന്ന ഈ നാമമാണ്. ഈ നാമത്തിന്റെ പവർ കേട്ടോ. സകല നാമത്തിലും ഒന്നുറക്കെ പറഞ്ഞ മേലായ നാമം, എല്ലാ മുട്ടും മടക്കുന്ന നാമം, എല്ലാ നാവും ഏറ്റുപറയുന്ന നാമം, അതാണ് ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവിന്റെ നാമം. മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുക. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. നിന്റെ തലയ്ക്ക് മുകളിൽ വെളിപ്പെട്ട് നിൽക്കുന്ന നാമമാണ് യേശു ക്രിസ്തുവിന്റെ നാമം. എനിക്ക് ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലരോടൊക്കെ പരിശുദ്ധാത്മാ പറയുക, ഈ നാമത്തിൽ വലിയ കാര്യങ്ങൾ നടക്കാൻ പോവാ. ഈ നാമത്തിൽ നിന്റെ കുടുംബത്തിന്റെ ഗതികേട് പൊട്ടാൻ പോവാ. ഈ നാമത്തിൽ നിന്റെ കുടുംബത്തിന്റെ ശൂന്യത മാറാൻ നിന്റെ ചില കുടുംബങ്ങളുടെ ശൂന്യത ഈ നാമത്തിൽ മാറാൻ പോകുക. ചില കുടുംബങ്ങളുടെ പരാജയം. സ്തുതിക്കാൻ പ്രേരണയുണ്ട്, സ്തുതിച്ചോ. ഈ നാമത്തിലൊരു അത്ഭുതം നടക്കാൻ പോവാ. കണ്ടോ, ചിലരുടെ ഉള്ളിൽ ഒരു ബോധ്യം ലഭിച്ചിരിക്കുക. നീ ജയിക്കാൻ പോവാ ഈ നാമത്തില്, നീ വിജയിക്കാൻ പോവാ ഈ നാമത്തില്. നിനക്ക് മുമ്പിൽ തലപൊക്കിയ പലതും ഈ നാമത്തിൽ. ഹല്ലേലൂയ. ഞാൻ വളരെ പെട്ടെന്ന് പോകട്ടെ. അമ്മ അടുത്ത ആശയം കൂടെ പറഞ്ഞിട്ട് നിങ്ങളിൽ ചിലരോട് ദൈവത്തിന് സംസാരിക്കാനുണ്ട്, ഇടപെടാനുണ്ട്. ദൈവത്തിന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ഭയങ്കര കാര്യങ്ങൾ കർത്താവ് ചെയ്യാൻ പോവാ. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. മൂന്നാമത് അവിടെ പഠിപ്പിക്കുകയാണ്. അപ്പം നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്തപേക്ഷിച്ചാലും, നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നൊക്കെ ഞാൻ ചെയ്തു തരും. പിതാവ് പുത്രനിൽ, നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. ആ പദത്തിന്റെ ആമീൻ പറ. നമ്മ കൈ ഉയർത്തി പറ. ദൈവം ചെയ്തു തരും. ആര് ചെയ്യുന്നതിലും ഭംഗിയായി ആര് ചെയ്തു തരും? ദൈവം ചെയ്തു തരും. ചിലരോട് ദൈവം സംസാരിക്കുക. നിന്റെ വീട്ടിൽ ചില വിഷയങ്ങൾ പെൻഡിങ്ങിന് വെച്ചേക്കുന്നത് ദൈവം ചെയ്യാനാ. നിന്റെ കുടുംബത്തിൽ ദൈവം ചെയ്യാൻ പോവാ. നിന്റെ തലമുറയിൽ. കണ്ടോ, യേശുവിന്റെ നാമത്തില് അവൻ സകലതും നന്നായി ചെയ്യാൻ പോകുകയാ. നീ ആരോടും പറയാതെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന വിഷയം അത് ദൈവം ചെയ്യാൻ പോവാ. കണ്ടോ, യേശുവിന്റെ നാമത്തില് എഴുതിയിട്ടോ അല്പചല ദിവസത്തിനകത്ത് ദൈവം ഇറങ്ങും. ദൈവം നിന്റെ ആ കാര്യം ആരാധിക്കാമെങ്കിൽ ആരാധിച്ചോ. ദൈവം ചിലത് ചെയ്യാൻ പോവാ. ഞാൻ വെളിപ്പാടി കാണുക. നിന്റെ സന്തതിയുടെ കാര്യം ദൈവം ചെയ്യാൻ പോവാ. നിന്റെ വീടിനകത്ത്